നമ്മൾ ഈ മൊഡ്യൂളിൽ ആദ്യം നമ്മൾ ഗ്രീൻസ് തിയറം പഠിച്ചു. ഇനി മെയിനായിട്ട് രണ്ട് മെയിൻ തിയറംസും കൂടെ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്സ് തിയറമാണ്, പിന്നെയുള്ളത് ഗോസ് ഡൈവേർജൻസ് തിയറമാണ്. സോ ഈ രണ്ട് തിയറംസും കൊണ്ട് ഈ മൊഡ്യൂൾ കഴിയും. സോ ഗ്രീൻസ് തിയറം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ഇൻറ്റഗ്രൽസ് അല്ലേ, ലൈൻ ഇൻറ്റഗ്രൽസിന് ഡബിൾ ഇൻറ്റഗ്രൽസ് തമ്മിലുള്ള കണക്ഷനാണ് ഗ്രീൻസ് തിയറം പറഞ്ഞല്ലേ. ഇപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കർവ് ഉണ്ടാവും, ആ കർവിൽ ഓരോ പോയിന്റ് ഒരു വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും. സോ ലൈൻ ഇൻറ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഡോട്ട് ഡി ആർ ആണ്. ഓക്കെ, സോ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ ആയിട്ടുള്ള കണക്ഷനാണ് നമ്മൾ ഗ്രീൻ തിയറത്തിൽ പഠിച്ചത്. ഓക്കെ, ഇനി സ്റ്റോക്സ് തിയറത്തിലും ഗോസ് തിയറത്തിലൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സർഫസ് ഇൻറ്റഗ്രൽസിലാണ്. ഓക്കെ, സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള സർഫസ് എന്തുകൊണ്ടെങ്കിലും ആവും. സോ ഈ സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ സർഫസിലെ ഓരോ പോയിന്റ്സിലും ഒരു വെക്ടർ ഫീൽഡ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുന്നതിനാണ് സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്കെയിൽ പല ടൈപ്പ് ഓഫ് സർഫസ് ഇൻറ്റഗ്രൽസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു സാധാരണ നമ്മൾ അതിനെ എഴുതാറുള്ളത് ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെങ്കിൽ എഫ് ഡി എസ്, ഇത് സ്കെയിലർ ഫംഗ്ഷൻ എടുത്തിരിക്കുന്ന വെക്ടർ ഫംഗ്ഷൻ വെച്ചുള്ള സർഫസ് ഇൻറ്റഗ്രൽസ് ഉണ്ട്. അതിന് നമ്മൾ സാധാരണ എഫ് ഡോട്ട് ടി എൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. സോ ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എസ് എന്ന് ഡി എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സർഫസ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഡബിൾ ഇൻറ്റഗ്രലുള്ള സർഫസ് പോലെ പ്ലെയിൻ സർഫസ് തന്നെ ആയിരിക്കണമെന്നില്ല, അതൊരു കർവ്ഡ് സർഫസ് ഒക്കെ ആവാം. അപ്പോൾ അതിന്മേൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന ഇൻറ്റഗ്രൽസിനാണ് സർഫസ് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കണക്ഷൻസ് ആണ് സ്റ്റോക്സ് തിയറത്തിലും ഗോസ് ഡൈവേർജൻസ് തിയറത്തിലൊക്കെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താണ് ഒരു സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കർവ്ഡ് സർഫസ് അല്ലേ, കർവ്ഡ് റീജിയൻ, ഇതിനെയാണ് നമ്മൾ ഒരു സർഫസ്. അതിന് സാധാരണ നമുക്ക് തരാവുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടായിരിക്കും അല്ലേ. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ഓരോ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ ഫീൽഡ് ഡിഫൈൻഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇൻറ്റഗ്രൽ ഓഫ് ദാറ്റ് ഓവർ ദാറ്റ് എന്നുള്ള രീതിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ഇൻറ്റഗ്രൽസിനെ പറയുന്ന പേരാണ് സർഫസ് ഇൻറ്റഗ്രൽസ്. സോ ഈ സർഫസ് ഇൻറ്റഗ്രൽസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർവ്ഡ് സർഫസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സർഫസിന് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വൈ സെഡ് പ്ലെയിനിലേക്കോ എക്സ് സെഡ് പ്ലെയിനിലേക്കോ പ്രൊജക്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എക്സ് വൈ പ്ലെയിനിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഒരു റീജിയൻ കിട്ടും, അതിനെ ആർ എന്ന് വിചാരിക്കുക. സോ ഈ സർഫസ് ഇൻറ്റഗ്രൽ നമ്മൾ ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ഡബിൾ ഇൻറ്റഗ്രലേറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകും. അതാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഒരു സർഫസ് ഇൻറ്റഗ്രലിനെ നമ്മൾ സാധാരണ ഒരു ഡബിൾ ഇൻറ്റഗ്രൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് സാധാരണഗതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് നമ്മുടെ സാധാരണ ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ റീജിയൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സോ സർഫസ് ഇൻറ്റഗ്രൽസിൽ എന്താണ് ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി വിൽ ബി ഗിവൺ ദ സർഫസ് ഏരിയ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഈ ഒരു സാധനത്തിൻ്റെ സർഫസ് ഏരിയ. സോ ഈ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ സർഫസ് ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡബിൾ ഇൻറ്റഗ്രൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇത് ഡബിൾ ഇൻറ്റഗ്രൽ അല്ല, ഇത് സർഫസ് ഇൻറ്റഗ്രൽ ആണ്. സോ സർഫസ് ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡബിൾ ഇൻറ്റഗ്രൽ ഫോർമുല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഫോർമുല വെച്ചുകൊണ്ടാണ് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർമുല വളരെ സിമ്പിൾ ആണ്. അതായത് സർഫസ് ഏരിയയുടെ ഫോർമുല ഇൻറ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഡബിൾ ഇൻറ്റഗ്രൽ ഓഫ് ആർ. അതായത് നമ്മൾ ആദ്യം ഇതിനെ ആറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. എന്നിട്ട് ഡെൽ എഫ് മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സർഫസിൻ്റെ ഫോർമുല ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ മോഡുലസ്. ഗ്രേഡിയൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചത് എന്താ, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ സെഡ് ഇൻറ്റു കെ. സോ മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ടി എ. ഈ ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയന് നിങ്ങൾ കൊടുക്കേണ്ട ലിമിറ്റ്സ് ആണ്, ഡി എക്സ് ഡി വൈ ഡി എക്സ് കൊടുക്കും. ഈ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ റീജിയനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ. സോ പി എന്ന് പറഞ്ഞാൽ ആർ റീജിയനിലുള്ള, അതായത് എസിനോടല്ല, എസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ ഡെൽ എഫ് എടുത്താൽ മതി. ആർ റീജിയനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടറാണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾ എക്സ് വൈ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ പി ആയിട്ട് എന്തെടുക്കാം, എക്സ് വൈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് നമ്മുടെ കെ അല്ലേ. അതുപോലെ വൈ സെഡ് പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ എടുക്കാൻ പോകുന്ന വെക്ടർ ഐ ആയിരിക്കും. അതുപോലെ എക്സ് സെഡ് പ്ലെയിനിലാണെങ്കിൽ നമുക്ക് ജെ എടുക്കാം. സോ ദിസ് ഇസ് ഹൗ വി ഡു ദാറ്റ്. സോ നമ്മൾ സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഇവിടെ എഴുതാം. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ സർഫസ് ഏരിയ. എന്താണത്, ആദ്യം ആ സർഫസിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ടാണ് ആ പ്ലെയിൻ റീജിയൻ്റെ ലിമിറ്റ്സ് കൊടുക്കുക, എന്നിട്ട് മോഡുലസ് ഓഫ് ഡെൽ എഫ്, സർഫസിൻ്റെ ഫോർമുലയിൽ ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ഡി. ദിസ് ഈസ് ദ ഫോർമുല ഫോർ സർഫസ് ഏരിയ. ഓക്കെ, സോ ഈ ആദ്യം നമുക്ക് ഈ ഫോർമുല ഒന്ന് രണ്ടൊന്ന് പ്രോബ്ലംസ് ചെയ്ത് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് സർഫസ് ഇൻറ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് സർഫസ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സർഫസ് കട്ട് ഫ്രം ദ ബോട്ടം ഓഫ് ദ പരാബോളോയിഡ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ബൈ ദ പ്ലെയിൻ ഇസഡ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കണം. ചിലപ്പോൾ പാടായിരിക്കും, പക്ഷേ സിമ്പിളാണ്, എളുപ്പമായിട്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് ഫോർമുലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട്, സർഫസ് തന്നിട്ടുണ്ട്. സോ പരാബോളോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പരാബോളയില്ല, അതിൻ്റെ 3 ഡയമെൻഷണൽ ഫിഗറിനെയാണ് പരാബോളോയിഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അപ്പോൾ നമ്മുടെ ലൈനിൻ്റെ 3 ഡയമെൻഷനാണ് പ്ലെയിൻ എന്ന് പറയുന്നത്, പരാബോളോയുടെ 3 ഡയമെൻഷനാണ്. പരാബോളയുടെ 3 ഡയമെൻഷൻ സാധനമാണ് പരാബോളോയിഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു പരാബോളോയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക, 3 ഡയമെൻഷൻ എന്ന് വിചാരിക്കുക. സോ അതിനെ നമ്മൾ ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ ബേസിക്കലി ഇങ്ങനെ ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ പ്ലെയിൻ്റെ പേര് ഇസഡ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, സോ ഈ ഫിഗറിനെ ഞാൻ നേരെ എക്സ് വൈ പ്ലെയിനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ആക്ച്വലി ഈ ഒരു സാധനം തന്നെ നേരെ താഴോട്ട് കിട്ടും. കാരണം ഇതാണ് ഏറ്റവും വലുതായിട്ടുള്ള അവിടെ റീജിയൻ അല്ലേ. സോ ഈ ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസഡിൻ്റെ വാല്യൂ 4 ആവും അല്ലേ. ഇങ്ങനെയാവും കിട്ടാൻ. സോ ഇത് തന്നെയാണ് നേരെ താഴോട്ട് വരാൻ പോകുന്നത്. സോ താഴോട്ട് വരാൻ പോകുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4 ഈസ് ഈക്വൽ ടു 0 വരും, ഈസ് ഈക്വൽ ടു 4 വരും. ഇതാണ് റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ, എന്താണ് ആർ പ്രൊജക്ഷൻ ആയിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, സോ ഇതിനു വേണ്ടി പരാബോളയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പരാബോള പോലെയാണ് മനസ്സിലാക്കണം, 3 ഡയമെൻഷനാണെന്ന് നോക്കണം. അതിന് പ്ലെയിൻ കട്ട് ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ആണെന്നുള്ള ഐഡിയ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ ആ ഫിഗർ കാണിച്ചു തരാം. ദിസ് ഇസ് ദ ഫിഗർ. സോ ഇതാണ് ഒരു പരാബോളയുടെ ഷേപ്പാണ്, 3 ഡയമെൻഷൻ ഷേപ്പാണ്. ഒരു പ്ലെയിൻ ഇസഡ് ഈസ് ഈക്വൽ ടു 4 കൊണ്ട് കട്ട് ചെയ്തു. അപ്പോൾ നേരെ താഴോട്ട് വരാൻ പോകുന്നത് ആ ഒരു സർക്കിളാണ് വരുന്നത് കണ്ടോ, ഇങ്ങനെ വരാൻ പോകുന്നത്. സോ ഇത്രയും ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ആ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. സോ എന്താണ് സർഫസ് ഏരിയയുടെ ഫോർമുല? സർഫസ് ഏരിയയുടെ ഫോർമുല ഇൻ്റഗ്രൽ ഓവർ ആർ എന്താണ്? മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ഡി എ ആണ് അല്ലേ. ഇനി എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് തന്നെ നമ്മുടെ പി ആയിട്ട് എന്തെടുക്കാം? സിമ്പിളായിട്ട് കെ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ഡെൽ എഫ് എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ എക്സ് 2x ആയി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് മൈനസ് കെ. ഓക്കെ, സോ ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ. സോ ഇതാണ് നമ്മുടെ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? മോഡുലസ് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2x സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1. സോ ഈ ഫോർമുലയ്ക്കകത്ത് വരുമ്പോൾ ഇങ്ങനെയാണ്, റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1. എളുപ്പമല്ലേ? ഇനി ഡെൽ എഫ് ഡോട്ട് പി, ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്, പി എന്ന് പറഞ്ഞാൽ കെ ആണ്. സോ രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മൈനസ് ഒന്ന് വരും അല്ലേ. ഐയുടെ കൂടെ ഒന്നുമില്ല, ജെയുടെ കൂടെ ഒന്നുമില്ല, കെയുടെ കൂടെ ഡോട്ട് പ്രോഡക്റ്റ് മൈനസ് വരും, മോഡുലസ് എടുക്കുന്നിടത്ത് 1 കിട്ടും. സോ ഇൻ്റഗ്രൽ സിംപ്ലി ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ലിമിറ്റ്സ്. സോ സർഫസ് ഏരിയയുടെ ഫോർമുല ഇപ്പോൾ നമ്മൾ വാല്യൂറ്റ് ചെയ്ത് എന്ത് കിട്ടി? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഏതാണ്? റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1 ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡി വൈയോ ഡി വൈ ഡി എക്സ്. ഈ ആർ എന്ന് പറഞ്ഞ റീജിയൻ ഏതാണ്? അത് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ സർക്കിളാണ്. ഓക്കെ, സോ സർക്കിളിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഡബിൾ ഇൻ്റഗ്രൽസ് വരുമ്പോൾ നമ്മൾ പഠിച്ചു. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്താൽ മതി? പോളാർ കോർഡിനേറ്റ്സ് ആക്കിയാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. സോ പോളാർ കോർഡിനേറ്റ്സ് ആക്കാൻ വേണ്ടി ഇപ്പോൾ എക്സ് എന്തായിട്ട് എടുത്താൽ മതി? 2 കോസ് തീറ്റ. കാര്യം ഇഷ്ടമില്ല. വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ വൈ എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞാൽ സോറി 2 കോസ് തീറ്റ ആർ കോസ് തീറ്റ. വൈ മൊത്തം സർക്കുലർ റീജിയനും വരും. ഓക്കെ, സർക്കിൾ മാത്രമല്ല. സോ വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ വരും. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ വരും. ഡി എ എന്ന് പറഞ്ഞാൽ ആർ ഡി ആർ ഡി തീറ്റ വരും. സോ ഇതെല്ലാം കൂടെ അതുപോലെ തീറ്റയുടെ വേരിയേഷൻ എന്താണ്? തീറ്റയുടെ വേരിയേഷൻ സർക്കിൾ ആയതുകൊണ്ട് 0 to 2π ആണ്. അതുപോലെ കാര്യം മൊത്തം ഫുള്ളായിട്ടുള്ള ഈ ഒരു സർക്കിളാണ്. സോ എല്ലാ കോർഡിനേറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ആറിൻ്റെ വേരിയേഷൻ സർക്കുലർ റീജിയൻ ആയതുകൊണ്ട് 0 തൊട്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ 2 വരെ പോകുന്നുണ്ട്. സോ ആറിൻ്റെ വേരിയേഷൻ 0 to 2 വരെ പോകും. ഓക്കെ, ജസ്റ്റ് പോളാർ കോർഡിനേറ്റ്സ്. സോ ഇതെല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്കിത് എന്തൊരും ഡബിൾ ഇൻ്റഗ്രൽ ആദ്യം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ ആണ്. സോ 4r സ്ക്വയർ പ്ലസ് 1 ഡി എ എന്ന് പറഞ്ഞാൽ ആർ ഡി ആർ ഡി തീറ്റ. ആറിൻ്റെ വേരിയേഷൻ 0 to 2, തീറ്റയുടെ വേരിയേഷൻ 0 to 2π. ഓക്കെ, ക്ലിയർ ആയല്ലോ. സിമ്പിളായിട്ട് ഇനി വാല്യൂറ്റ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ 0 to 2π. ഇപ്പം ഈ നമ്മുടെ ഈ റൂട്ടിനകത്തുള്ള 4r സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 8r ആണ് അല്ലേ. സോ ഇവിടെ ഒരു 8r കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഇൻറ്റു ഒരു 8r കൊടുക്കുവാണ്. സോ ഒരു 1/8 കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇതിനെ നമുക്ക് യു എന്ന് വിളിച്ച പരിപാടികൾ ചെയ്യാം. സോ ഡി തീറ്റ ആവും. സോ ദിസ് വിൽ ആക്ച്വലി 1/8 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π. ഇതിപ്പോൾ ആക്ച്വലി ഒരു റൂട്ട് യു ഫോമാണ്. സോ റൂട്ട് യുവിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ യു റേസ് ടു 1/2 പ്ലസ് 1/1/2 പ്ലസ് 1 അല്ലേ. അതായത് യു റേസ് ടു 3/2/3/2 വരും. അതായത് 2/3 യു റേസ് ടു 3/2. സോ ആ ഒരു ഫോർമുല ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2/3 യു ആയിട്ടിരിക്കുന്നത് 4r സ്ക്വയർ പ്ലസ് 1 റേസ് ടു 3/2. ഇനി ലിമിറ്റ്സ് കൊടുക്കണം 0 to 2 ടി തീറ്റ. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യുക. എന്തോരും 2 കൊടുക്കാൻ നേരത്ത് എന്താ വരിക?
സോ 2/3. സോ ഇത് ആക്ച്വലി ആ 2 പുറത്തേക്ക് എടുത്ത് ആക്ച്വലി 1/12 ഉണ്ടാവും. കാര്യം 2 4 വെട്ടി പോകും. 1/12 ഇൻറ്റഗ്രൽ 0 to 2 ഇട്ട് കൊടുക്കാൻ നേരത്ത് 16. സോ 16 റേസ് ടു 16 പ്ലസ് 1 വരും. സോ 17 റേസ് ടു 3/2 ഉണ്ടാവും. മൈനസ് 0 ഇട്ട് കൊടുക്കുന്നത് 0 ആവും. പിന്നെ വരാൻ 1 മൈനസ് 17 റേസ് ടു 3/2 മൈനസ് 1 ഇൻറ്റു ഇത് ഡി തീറ്റ വരും. ഓക്കെ, വേറെ നമുക്കൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് തീറ്റയാണ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതെന്താവും? സോ 17 റേസ് ടു 3/2 മൈനസ് 1 പുറത്തേക്ക് എടുക്കാം. 12 ഉണ്ട്. മറ്റേ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സിംപ്ലി യു വിൽ ബി ഗെറ്റിംഗ് 2π. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ സർഫസ് ഏരിയ. ഓക്കെ, സോ ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഏത് പ്രോബ്ലം ആണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ക്യാപ് കട്ട് ഫ്രം ദ ഹെമിസ്ഫിയർ x² + y² + z² ഈസ് ഈക്വൽ ടു 2, z ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ബൈ ദ സിലിണ്ടർ x² + y² ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ആദ്യം ഫിഗർ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. ആദ്യം ഫോർമുല എഴുതാം. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ടി എ. ശരിയല്ലേ? ഓക്കെ, സോ x² + y² + z² ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു സ്പിയർ ആവരാകുമ്പോൾ നല്ലൊരു സ്പിയർ ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ അതിൻ്റെ z ഗ്രേറ്റർ ഈക്വൽ 0 ആയതുകൊണ്ട് അതിൻ്റെ അപ്പർ പാർട്ട് ഹെമിസ്ഫിയർ മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഇത് 3 ഡയമെൻഷനാണ്. 2 ഡയമെൻഷനാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഫിഗർ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു സിലിണ്ടർ കൊണ്ട് കട്ട് ചെയ്യണം. അത് ഇങ്ങനത്തെ ഒരു സിലിണ്ടർ കൊണ്ട് കട്ട് ചെയ്യണം. സോ ബേസിക്കലി ഈ കിട്ടുന്ന ഭാഗത്തിനാണ് ഈ ഒരു സിലിണ്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു സാധനത്തിനാണ് ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ മേൽഭാഗം അതിനെ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഈ ഒരു സർഫസിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഷെയ്ഡ് ചെയ്ത പോർഷനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നേരെ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകണേ. ഇപ്പോൾ 3 ഡയമെൻഷൻ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നാച്ചുറലി x² + y² ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും കിട്ടുക ഒരു XY പ്ലെയിനിലേക്ക്. ഇനി സർഫസിൻ്റെ ഫോർമുല ഓൾറെഡി തന്നിട്ടുണ്ട്. ഏതാ? x² + y² + z² ഈസ് ഈക്വൽ ടു 2 ആണ് ഫോർമുല. XY പ്ലെയിനിലായതുകൊണ്ട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ആയിരിക്കും. ഇനി ബാക്കിയുള്ള ലിമിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ഇതാണ് കറക്റ്റായിട്ട് സാധനം. ആ സ്പിയറിൻ്റെ ഒരു സിലിണ്ടർ കൊണ്ട് കട്ട് ചെയ്തു. അപ്പം ഈ ഒരു ടോപ്പ് പോർഷനാണ് നമ്മുടെ സർഫസ്. അതായത് XY പ്ലെയിനിലേക്ക് വരുമ്പോൾ വരാൻ പോകുന്ന x² + y² ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മുടെ സർഫസിലെ പോയിന്റ്സിനെല്ലാം x² + y² + z² ഈസ് ഈക്വൽ ടു 2 എന്നുള്ള റീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഡെൽ എഫ് എത്രയാണ്? ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xi + 2ij + 2zk. ഓക്കെ, സോ മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് പറഞ്ഞാലോ എന്ത് വരും? √4x² + 4y² + 4z² ആണ്. അതായത് അല്ലേ, 4x² + 4 ദാറ്റ് ഈസ് ആക്ച്വലി 2 ഇൻറ്റു √x² + y² + z² ആണ്. പക്ഷേ നമുക്ക് ഈ എഫിലെ പോയിന്റ്സ് എല്ലാം തന്നെ ഈ ഒരു സർഫസിലായതുകൊണ്ട് അവിടെ x² + y² + z² എന്തായിരിക്കും? 2 ആയിരിക്കും. സോ ഇറ്റ് ഈസ് ആക്ച്വലി 2√2. ഓക്കെ, സോ കാൽക്കുലേഷൻ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വേണ്ട? ഡെൽ എഫ് ഡോട്ട് പി. ഡെൽ എഫ് ഡോട്ട് പി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡെൽ എഫ് ഡോട്ട് പി എന്ന് പറഞ്ഞാൽ വീണ്ടും വരാൻ പോകുന്നത് 2z ഇത് ഡോട്ട് കെ ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് ആക്ച്വലി 2z വരും. ഓക്കെ, സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താവും? സോ ഇൻ്റഗ്രൽ വിൽ ബിക്കം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ഓക്കെ, മോഡുലസ് ഓഫ് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ 2√2 ബൈ ഡെൽ എഫ് ഡോട്ട് പി. മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 2z ആണ്. പക്ഷേ ഇവിടെ z ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് 2z തന്നെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡി എ വരും. പക്ഷേ ഇത് നമ്മൾ XY പ്ലെയിനിലെ ഇൻ്റഗ്രലാണ് വരേണ്ടത്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇസഡിൻ്റെ ഫോർമുല നമ്മൾ കൊടുക്കണം. ഇസഡിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ഇസഡിൻ്റെ ഫോർമുല എന്താണ്? √2 - x² - y². അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് കൊടുത്തേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു 2 ഡയമെൻഷൻ XY പ്ലെയിനിലേക്കാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇസഡ് അല്ലല്ലോ. സോ ദിസ് ഫോർമുല ഈസ് നൗ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 2√2 ബൈ 2 ഇൻറ്റു എന്താണ് 2 - x² - y² ടി എ. 2 × 2 വെട്ടിപ്പോവും. ഇതാണ് സാധനം. ഓക്കെ, ഇനി XY പ്ലെയിനിൽ ഇപ്പോൾ നമ്മുടെ റീജിയൻ എന്താണ്? x² + y² ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സർക്കിളിനകത്തുള്ള റീജിയനാണ് വരാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി സർക്കിൾ ആയതുകൊണ്ട് തന്നെ പോളാർ കോർഡിനേറ്റ്സ് ആക്കി കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ പോളാർ കോർഡിനേറ്റ്സ് ആക്കാൻ വേണ്ടി x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ, θ വേരീസ് ഫ്രം 0 to 2π ആൻഡ് യുവർ r വേരീസ് ഫ്രം 0 to 1. ഓക്കെ, സോ ഇത് അതുപോലെ ഡി എ എന്ന് പറഞ്ഞാൽ r dr dθ ആവും.
ഓക്കെ, സോ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 π റൂട്ട് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇൻ്റഗ്രൽ 0 to 1. പിന്നെ എന്താണുള്ളത്? പിന്നെ ഡി എ എന്ന് പറഞ്ഞാൽ ആർ ഡി ആർ ഡി തീറ്റ ബൈ റൂട്ട് ഓഫ് 2 - r². ഓക്കെ, സോ നേരത്തെ പോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഫോം വേണമെങ്കിൽ യൂസ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ഫോം യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ ഈ റൂട്ടിനകത്ത് 2 - r² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -2r ആണ്. സോ ഇവിടെ ഒരു -2 കൊടുത്താൽ താഴെ ഒരു -2 വരും. സോ ദിസ് ഇസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ ഓഫ് 1/√u ടൈപ്പ് സാധനമാണ് അല്ലേ. -2 -2 1/√u ആണ്. അപ്പോൾ അതിൻ്റെ u⁻⁻1/2 ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ u⁻⁻1/2 പ്ലസ് 1/-1/2 പ്ലസ് 1/-1/2 പ്ലസ് 1 വരും. അതായത് u⁻²1/2 ആണ്. അതായത് 2u⁻1/2 വരണം. ശരിയല്ലേ? -1/2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1/2 -1/2 പ്ലസ് അപ്പോൾ 2u⁻². സോ ബേസിക്കലി ഇവിടെ വരാൻ പോകുന്നത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ -1/√2 പുറത്ത് കിടക്കുന്നത് ഇൻ്റഗ്രൽ 0 to 2π ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന യു ആയിട്ട് കിടക്കുന്നത് 2 - r² × 2 വരും. ഇൻ ദ ലിമിറ്റ്സും കൂടെ ഉണ്ട്. ലിമിറ്റ്സ് 0 to 1 dθ. ഓക്കെ, സോ ഇനി കൊടുക്കുക 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും? 1 കൊടുക്കാൻ നേരത്ത് സോ 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ. സോ ഇൻ്റഗ്രൽ 2/√2 എന്ന് പറഞ്ഞാൽ വീണ്ടും √2 ആവും, -√2 ആവും. ഇൻ്റഗ്രൽ 0 to 2π 1 കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 - 1 1 തന്നെ വരുള്ളൂ. അതുപോലെ 0 കൊടുക്കുവാണെങ്കിൽ 1 മൈനസ് എന്താ പറയുക, 0 കൊടുക്കുവാണെങ്കിൽ √1 -√2 വരും. 1 - √2 dθ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് അത് കോൺസ്റ്റൻ്റ് ആണ്. പുറത്തേക്ക് എടുക്കണം, പുറത്തേക്ക് കൊണ്ടുപോകാം. പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതിപ്പം 2 - √2 പുറത്തുണ്ടാവും. പിന്നെ ഉള്ളത് 0 to 2π dθ ആണ്. മൈനസിനകത്തേക്ക് കൊടുത്തിട്ടോ. ഓക്കെ, പിന്നെ ആ √2 മൾട്ടിപ്ലൈ ചെയ്തു. സോ വരുമ്പോൾ എന്ത് വരും? 2π × 2 - √2. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു കാൽക്കുലേറ്റ് സർഫസ് ഏരിയ. ഓക്കെ, സോ ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ? ഇനി നമുക്കിനി സർഫസ് ഇൻ്റഗ്രൽ നോക്കാം. സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് സർഫസ് എഫ് ഡി എസ് കാണണമെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ കൺവേർട്ട് ചെയ്യും. അതായത് ഡി എസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഡി എസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ ഡെൽ എഫ് ഡോട്ട് പി ടി എ നേരെ ആ റീജിയൻ ആറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. എന്നിട്ട് കണ്ടുപിടിക്കും എഫ് ഇൻറ്റു ഇവിടെ സാധാരണ സ്കെയിലർ ഫീൽഡ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷനും ഇതേ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്കത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിൻ്റെ എഫ് ആണ് കേട്ടോ. ഈ എഫ് അല്ല ഉദ്ദേശിക്കുന്നത്, സർഫസിൻ്റെ എഫ് ആണ്. ഇപ്പോൾ ഇത് ഞാൻ ജി എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എന്താ? സോ ഏതൊരു ഇൻ്റഗ്രൽ തരുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാധനം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ജി ഡി എസ് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? gx/y/z ഇൻറ്റു ആ ഡി എസിന് പകരം ഈ സാധനം കൊടുക്കുക. ഓക്കെ, സോ ഇതിനെ നമ്മൾ ജി ഡി എസ് എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജി ഡി സിഗ്മ എന്ന് പറയും. എന്താ ഇഷ്ടമുള്ളത്. ഇപ്പോൾ നമ്മൾ ഏരിയ നമ്മൾ ഡി എ ഡി ആർ എന്നൊക്കെ പറയുന്ന പോലെ ഡി എസ് എന്ന് പറയാം, ഡി സിഗ്മ എന്നും പറയാം, എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ നോക്കിയോ, ഇൻ്റഗ്രേറ്റ് x/y/z ഓവർ ദ സർഫസ് ഓഫ് ദ ക്യൂബ്. സോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻ്റഗ്രൽ gx/y/z ഡി സിഗ്മ, അതായത് ഡി എസ് വേണം. സർഫസ് ഓഫ് ദ ക്യൂബ് കട്ട് ഫ്രം ദ ഫസ്റ്റ് ഒക്ടൻ ബൈ ദ പ്ലെയിൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1, ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ക്യൂബ് ആയതുകൊണ്ട് നമുക്കിപ്പം നമുക്ക് പക്ഷേ ഡൈവർജൻസ് തിയറം ഒക്കെ പഠിക്കുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാതെ പഠിക്കും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ ക്യൂബ് ആയതുകൊണ്ട് ക്യൂബിന് ആലോചിച്ച് നോക്കിയാൽ 6 സർഫസ് ഉണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ സർഫസുകൾ ഏതൊക്കെ വരും? എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ടാവും, വൈ ഈസ് ഈക്വൽ ടു 0 ഉണ്ടാവും, ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഉണ്ടാവും. അതാണ് ക്യൂബ് എന്ന് പറഞ്ഞത് അല്ലേ. സോ 6 സർഫസുകൾ ആക്ച്വലി ഇവിടെ ഉണ്ടാവും. റഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് എക്സ് വൈ സെഡ് പ്ലെയിൻ എങ്കിൽ ഇതിപ്പം ഈ ഒരു പുറത്തത് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇത് വൈ ഈസ് ഈക്വൽ ടു 0, ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മറ്റേതൊക്കെ ഇത് ഇസഡ് ഈസ് ഈക്വൽ ടു 1 വരും, ഇത് എക്സ് ഇസ് ഈക്വൽ ടു 1 വരും, ഇത് വൈ ഈസ് ഈക്വൽ ടു 1 വരും. സോ 6 സർഫസുകൾ ഉണ്ടാവും. പക്ഷേ ഈ 6 സർഫസും നമ്മൾ അപ്പോൾ 6 സർഫസ് ആകുമ്പോൾ 6 സർഫസിൽ കൂടെയും ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, പക്ഷേ 6 സർഫസ് ഇവിടെ വാല്യൂ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡാ. ഓക്കെ, സോ ഒരെണ്ണം എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 0 ആവും, ഇൻ്റഗ്രൽ 0 ആയി പോയിക്കോളും. അതുപോലെ വൈ 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് 0 ആവും, ഇത് 0 ആയി പോയിക്കോളും. ഇസഡ്. സോ ബേസിക്കലി 3 സർഫസുകൾ നമുക്ക് ചെയ്യേണ്ട, നമുക്ക് ബാക്കി എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു 1, ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള സർഫസുകളിൽ കൂടെ മാത്രം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി.
ഓക്കെ. സോ നമുക്കൊരു ഇൻ്റഗ്രേഷൻ നോക്കാം. സോ ഇതാണ് നമ്മുടെ സാധനം, സൈഡ് എ, സൈഡ് ബി, സൈഡ് സി. ഓക്കെ. സോ ഞാൻ ആദ്യം ഇസഡ് കോർഡിനേറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സാധനത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ 3 സർഫസ് ഉണ്ട്, ഇസഡ് ഈസ് ഈക്വൽ ടു 1 കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താ ഇപ്പം? ഡബിൾ ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജി എക്സ് വൈ ഇസഡ് ഡി സിഗ്മയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് സൈഡ് എയിൽ കൂടെയുള്ള ഇൻ്റഗ്രലാണ് ഞാൻ നോക്കാം. സോ സൈഡ് എ നേരെ താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ കിട്ടും. എന്ത് കിട്ടും അത് ജസ്റ്റ് എക്സ് വൈ പ്ലെയിനിലുള്ള ആ ഒരു സ്ക്വയർ ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ എൻ്റെ ജി എക്സ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ ജി എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇപ്പം എന്താ എക്സ് വൈ എന്ന് പറയുന്ന സാധനമായിരിക്കും. ഓക്കെ. സോ ഇതെൻ്റെ ഇൻ്റഗ്രൽ എക്സ് വൈ ആണ്. ഓക്കെ. പിന്നെ നമ്മുടെ സർഫസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഡെൽ എഫ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ഡോട്ട് പി ടി. ശരിയല്ലേ? മോഡുലസ് ഓഫ് ഡെൽ എഫ് ബൈ. സോ ഇവിടുത്തെ ഈ സൈഡിൻ്റെ ഫോർമുല ഇസഡ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഡെൽ എഫ് എന്തായിരിക്കും വരാൻ പോകുന്നത്? ഡെൽ എഫ് എന്ന് പറയുമ്പം ഡോ എഫ് ബൈ ഡോ എക്സ് ഇല്ല, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇല്ല, ഡോ വൈ ഇല്ല, ഡോ എഫ് ബൈ ഡോ ഇസ്. സോ ബേസിക്കലി വരാൻ പോകുന്നത് ജസ്റ്റ് കെ മാത്രമായിരിക്കും. ശരിയല്ലേ? സോ ഡോ എഫ് ബൈ ഡോ എക്സ് എക്സ് ഇല്ലല്ലോ, അപ്പോൾ 0. ഡോ എഫ് ബൈ ഡോ വൈ ഇല്ല, ഡോ എസ് ബേസിക്കലി കെ ആയിരിക്കും. സോ വരാൻ പോകുന്നത് കെ ആയിരിക്കും. സോ മോഡുലസ് ഓഫ് കെ എന്ന് പറഞ്ഞാൽ 1 വരും. ഇനി ഇതിൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പം വരാൻ പോകുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ കെ ആയിട്ടാണ് എടുക്കേണ്ടത്. സോ കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ അപ്പോഴും 1 ആണ്. സോ ദിസ് വിൽ സിംപ്ലി ബി എന്താവും? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് വൈ ഡി എ ആവും. മറ്റേ രണ്ടും 1 ആയി പോകും. ഓക്കെ. ഇനി ലിമിറ്റ്സ് കൊടുക്കണം. ലിമിറ്റ്സ് എങ്ങനെയാണ് വരാൻ പോകുന്നത്? സോ ഇതിൽ എക്സിൻ്റെ വേരിയേഷൻ 0 to 1, വൈയുടെ വേരിയേഷൻ സ്ക്വയർ റീജിയൻ ആണ്. സോ ബേസിക്കലി രണ്ടിൻ്റെയും വേരിയേഷൻ 0 to 1, 0 to 1 വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ എന്ത് വരാൻ പോകുന്നു? സോ ദിസ് ഇസ് ആക്ച്വലി ഇൻ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? എക്സ് സ്ക്വയർ ബൈ 2 വരും. ലിമിറ്റ് 0 to 1, വൈ വരും. സോ 1/2 വരും. again വിത്ത് റെസ്പെക്ട് വൈ ചെയ്യാൻ നേരത്തേക്കും വൈ സ്ക്വയർ ബൈ 2 വരും, ഇൻറ്റു 1/2 വരും. സോ 1/4 വരും. ഓക്കെ. സോ എന്താണ് ഈ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് 1/4 വരും. ഇതേ പരിപാടി തന്നെ നമുക്ക് സൈഡ് സിയിലും ചെയ്യാം, സൈഡ് ബിയും ചെയ്യാം. സൈഡ് സി ചെയ്യുമ്പോൾ ഞാൻ നേരെ കൊടുക്കാൻ പോകുന്നത് എക്സ് സെഡ് പ്ലെയിനിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വരാൻ പോകുന്ന കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ആയിരിക്കും. അപ്പം ഇതേപോലെ തന്നെയാണ് കാര്യം, ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ. അതിൽ സൈഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് സൈഡ് ബി എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ സൈഡ് ബി എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്നത് ഇസഡ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആയിരിക്കും. അത്രയുള്ള വ്യത്യാസം. ബാക്കിയെല്ലാം സെയിം ആണ്. അതെല്ലാം കൂടെ അവസാനം ആഡ് ചെയ്യുമ്പം 1/4 + 1/4 + 1/4 വരും, 3/4 കിട്ടും സർഫസ് ഏരിയ. ഓക്കെ. സോ ക്ലിയർ അല്ലേ അത്? ഓക്കെ. സോ നെക്സ്റ്റ് ഒരു ഓറിയൻറ്റബിൾ സർഫസിൻ്റെ കൺസെപ്റ്റാണ്. ഓറിയൻറ്റബിൾ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്ക് സർഫസിന് രണ്ട് വശമുള്ള സർഫസുകളെയാണ് ഓറിയൻറ്റബിൾ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു വശത്തും എനിക്ക് പറയാം ഇതിന് പുറത്തേക്കുള്ള വശം പോസിറ്റീവാന്ന് പറയാം, അകത്തേക്കുള്ള വശം നെഗറ്റീവാന്ന് പറയാം. സോ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ സാധനങ്ങളും ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ബുക്കിൽ ഒരു സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, മറ്റേ സൈഡ് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഓറിയൻറ്റബിൾ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചോദ്യം ഉണ്ടാവും, ഓറിയൻറ്റബിൾ അല്ലാത്ത സർഫസുകളുണ്ട്. ഓറിയൻറ്റബിൾ അല്ലാത്ത സർഫസുകളുണ്ട്, നമ്മൾ സാധാരണഗതിയിൽ കാണാറില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം. മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു വശം മാത്രമുള്ളൊരു സർഫസാണ് മൊബിയസ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയോ. സോ അത് ഓറിയൻറ്റബിൾ അല്ല. സോ നമുക്ക് രണ്ട് ഡയറക്ഷനും കൊടുക്കാൻ പറ്റും, അത് രണ്ട് വശങ്ങളുള്ള സാധനങ്ങളെയാണ് ഓറിയൻറ്റബിൾ സർഫസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ എൻ്റെ ഉദ്ദേശത്തിലേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ ഔട്ട്വേർഡായിട്ട് തന്നെ കൊടുക്കാം, ഒരു ഡയറക്ഷൻ ഇൻവേർഡായിട്ട് തന്നെ കൊടുക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഓറിയൻറ്റബിൾ സർഫസുകൾ വരുവാണെങ്കിൽ അപ്പോൾ ബേസിക്കലി ഒരു സർഫസിന് ഒരു ഡയറക്ഷൻ, ഒരു സർഫസും ഉണ്ട്, അതിൻ്റെ ഒരു ഡയറക്ഷൻ ഞാൻ പറയുകയാണ്, അത് പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ സോ രണ്ടും കൂടെ ഉള്ളത് നമ്മൾ ഓറിയൻറ്റഡ് സർഫസ് എന്ന് പറയാം. ഓക്കെ. സോ ഇന്ന ഡയറക്ഷൻ ഒന്നുമില്ല, ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കൺവെൻഷൻ പ്രകാരം ഇഷ്ടമുള്ള ഡയറക്ഷൻ ഇപ്പോൾ ഞാൻ മിക്കവാറും അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കാം, ഡൗൺവേർഡ് ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കാം, എന്തുകൊണ്ട് എടുക്കാം, നിങ്ങളുടെ ബുക്കിനുള്ള കൺവെൻഷൻ പോലെ എടുക്കാം. ഇത്രേ ഉള്ളൂ. ഓറിയൻറ്റഡ് സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസ് പ്ലസ് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ അതിനൊപ്പം അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും, അപ്പം നെഗറ്റീവ് ആയിരിക്കും. അത്രയുള്ള കാര്യം. സർഫസ് പ്ലസ് ഒരു ഡയറക്ഷൻ ഉള്ളതിനെയാണ് ഓറിയൻറ്റഡ് സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഒരു ഓറിയൻറ്റഡ് സർഫസിൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ വെക്ടർ ഫീൽഡിലും ലൈനിൽ പഠിച്ചിട്ടുള്ള ഫ്ലക്സിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്. ഈ കർവിന് പുറത്തേക്ക് പോകുന്ന അളവിനാണ് ഫ്ലക്സ് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഓറിയൻറ്റബിൾ സർഫസിൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആ ഓറിയൻറ്റബിൾ സർഫസിൽ നിന്ന് പുറത്തേക്ക് ഈ ഡയറക്ഷനിൽ പുറത്തേക്ക് പോകുന്ന വെക്ടർ ഫീൽഡിൻ്റെ അളവിനെയാണ് ഫ്ലക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിനിൽ കൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് കോൾഡ് ഫ്ലക്സ്. സോ അതിൻ്റെ ഫോർമുല മറ്റേ പഠിച്ച F.N.D അത് തന്നെയാണ്. സോ ഇവിടെ വരാൻ പോകുന്നത് F.N.D സിഗ്മ.
ഓക്കെ. സോ ഇതെങ്ങനെയാണ് സോ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ പുറത്തേക്കുള്ള യൂണിറ്റ് വെക്ടറാണ്. സോ ഒരു സർഫസ് ഇപ്പോൾ തരുവാണെങ്കിൽ സർഫസിൻ്റെ ഫോർമുല ഇപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സി ആണ് ഫോർമുല എങ്കിൽ അത് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിനോട് നോർമൽ വെക്ടറാണ് ഡെൽ ജി എന്ന് പറയുന്നത് അല്ലേ. സോ ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി എടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടും സർഫസിന്. സോ ഇവിടെ n എന്നുള്ളതിന് പകരം അത് കൊടുക്കാം. ഇനി അത് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. പ്ലസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് എന്തുകൊണ്ടെങ്കിലും എടുക്കാം. പ്ലസ് ഡയറക്ഷൻ ഉണ്ടാവും, നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം നമുക്ക് ഏത് ഡയറക്ഷൻ വേണം എടുക്കാം. ഇതെന്തായാലും ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ്, ഈ യൂണിറ്റ് വെക്ടറാണ് ഇത് തരാൻ പോകുന്നത്. ഗ്രേഡിയൻ്റ് എപ്പോഴും നോർമൽ ടു ദ സർഫസ് ആണ് പഠിച്ചിട്ടുണ്ട്. സോ പ്ലസ് ഗ്രേഡിയൻ്റ് എടുത്താലും നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എടുത്താലും ആ സർഫസിനോട് എപ്പോഴും നോർമൽ ആയിരിക്കും. ഓക്കെ. സോ ഇത് കണ്ടുപിടിക്കാൻ അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്നിന് പോലെ അത് കൊടുത്തു. ഇനി ഡി സിഗ്മ നമ്മൾ പിടിച്ച് ഡി എ ആക്കുവാണെങ്കിൽ ആ സർഫസ് നമ്മൾ ഡബിൾ ഇൻ്റഗ്രലൊക്കെ ആക്കണമെങ്കിൽ മറ്റേ നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് ഫ്ലക്സിൻ്റെ ഒരു വേറൊരു ഫോർമുല കിട്ടും. ഇതാണ് നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല. ഓക്കെ. സോ ഫ്ലക്സിൻ്റെ ഫോർമുല എന്താണ്? എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. സോ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് ഇൻ്റഗ്രൽ ഓവർ ആർ. ആർ എന്ന് ഉദ്ദേശിക്കുന്ന ഈ സർഫസിന് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? എഫ് ഡോട്ട് പ്ലസ് ഓർ മൈനസ്, അത് ഇഷ്ടമുള്ള എടുക്കാം. ചിലപ്പോൾ പ്ലസ് എടുക്കും, ചിലപ്പോൾ മൈനസ് എടുക്കും. പ്രോബ്ലം അനുസരിച്ചിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്ലസ് തന്നെ എടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ പ്ലസ് ആ വരുന്ന രീതിയിൽ എടുക്കുക. ഡെൽ ജി ഡോട്ട് പി ടി എ. ഈ ഡെൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിൻ്റെ ഗ്രേഡിയൻ്റ്, പിന്നെ നേരത്തെ പഠിച്ചിട്ടുള്ള സർഫസ് എക്സ് വൈ പ്ലെയിനിലേക്കാണെങ്കിൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോർഡിനേറ്റ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഫ്ലക്സ്. എളുപ്പമല്ലേ? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു വൈ ഇസഡ് ഐ. സോ എഫ് തന്നിട്ടുണ്ട്. എഫ് എന്താണ്? വൈ ഇസഡ് ജെ പ്ലസ് ഇസഡ് സ്ക്വയർ കെ. എഫ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. ഔട്ട്വേർഡ് ത്രൂ ദ സർഫസ് എസ് കട്ട് ഫ്രം ദ സിലിണ്ടർ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അത് സിലിണ്ടർ. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത് സിലിണ്ടർ ആണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. അതെങ്ങനെ വരാം? എക്സ് വൈ പ്ലെയിനിൽ ഇതാണ് സാധനം. ഇനി ഇത് നമ്മൾ ഇസഡ് വേരി ചെയ്യുമ്പോൾ നമ്മളത് ഇസഡ് വേരി ചെയ്യുമ്പോൾ പുറത്തേക്ക് എടുക്കുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ സിലിണ്ടർ. അതേപോലെ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറും സിലിണ്ടർ ആയിരിക്കും. പക്ഷെ അവിടെ നടുക്ക് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ആണ് കുറച്ച് വരുന്നത്. ഓക്കെ. സോ കട്ട് ബൈ ദ സിലിണ്ടർ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1, ഇസഡ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ബൈ ദ പ്ലെയിൻസ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ. അപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടറിനെ രണ്ട് ഭാഗം കൊണ്ട് കട്ട് ചെയ്യണം. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊണ്ട് കട്ട് ചെയ്യുന്നുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1. സോ ഒരു സിലിണ്ടർ ഇങ്ങനെ പോവുകയാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊണ്ട് കട്ട് ചെയ്യുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു 1 കൊണ്ട് കട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പോർഷനാണ് എൻ്റെ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അതിൽ തന്നെ ഇസഡ് 0 ഗ്രേറ്റർ ആർ ഈക്വൽ 0 ആയതുകൊണ്ട് നിങ്ങൾക്ക് സർഫസിൻ്റെ ആ സിലിണ്ടറിൻ്റെ മേളിലത്തെ ഒരു കർവ്ഡ് പോർഷനാണ് വരാൻ പോകുന്നത്. ഓക്കെ. സോ സിലിണ്ടർ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 1ഉം കൊണ്ട് കട്ട് ചെയ്തു. സോ അത് ഫുള്ള് വരും. പക്ഷേ ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആ സിലിണ്ടറിൻ്റെ ടോപ്പായിട്ടുള്ള കർവ്ഡ് പോർഷനാണ് വരാൻ പോകുന്നത്. ഓക്കെ. സോ അത് നിങ്ങൾക്ക് ഫിഗർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നിങ്ങളുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് യുവർ സിലിണ്ടർ. നിങ്ങൾ നോക്കുവാണെങ്കിൽ എക്സ് സെൻറ്ററായിട്ട് പോകും. സോ ബേസിക്കലി ഇത് വൈ സെഡ് പ്ലെയിൻ ആണ്. ഇത് നിങ്ങളുടെ സിലിണ്ടർ. ഓക്കെ. അപ്പോൾ ഈ സിലിണ്ടറിനെ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ഈ ഒരു ബ്രൗണിഷ് റെഡ് സാധനം കൊണ്ടും അതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു 1 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ വരും കേട്ടോ, ഈ ഒരു ഭാഗം വരും. ഓക്കെ. സോ ഇതാണ് എൻ്റെ റീജിയൻ. പക്ഷേ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് അടിയിൽ വരില്ല, മേളിലുള്ള സാധനം മാത്രമേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിനെ ഞാൻ ഇപ്പോൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതാണ് എൻ്റെ സർഫസ്. ആ സർഫസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആ സർഫസിന് ഇങ്ങനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാവുന്നു, വിഷ്വലൈസ് ചെയ്യാവും. എന്തൊരു ആ കർവ്ഡ് സർഫസ് നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? യു വിൽ ബി ഗെറ്റിംഗ് ഇതുപോലത്തെ സാധനം വരും. ടോപ്പ് വ്യൂ എടുക്കുവാണെങ്കിൽ സിലിണ്ടർ തന്നെയാണ്, പക്ഷേ നേരെ എക്സ് വൈ പ്ലെയിനിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെയൊരു റെക്റ്റാങ്കിൾ പോലെയാവും അല്ലേ. ആ റെക്റ്റാങ്കിളിനകത്ത് ഈ എക്സിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യ്ക്കും 1ഉം ഇടയ്ക്കാണ്. സോ ബേസിക്കലി ഈ ലെങ്ത്ത് 1 ആയിരിക്കും. ഓക്കെ. പക്ഷേ വൈയുടെ സംബന്ധിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. വൈ എന്ന് പറയുമ്പോൾ സിലിണ്ടർ ഫുള്ള് വരുന്നുണ്ട്. സോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ടു -1 വൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഇത് എക്സ് ഇത് വൈയുടെ വരുമ്പോൾ എന്ത് മൊത്തം വരാമത് -2 ലെങ്ത് വരും. അല്ല സോറി -2 ലെങ്ത് വരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ പ്ലസ് Z സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഇതിനകത്ത് വൈ -1 വരാം, വൈ 1 വരാം. സോ അറ്റം തൊട്ട് വരാമല്ലോ. സോ -1 0 അല്ല 0 -1 0 1 വരാം. സോ വൈയുടെ വേരിയേഷൻ ഫുള്ള് വരും, ഇവിടെ വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഇപ്പുറത്തെ ഒരു ലെങ്ത് വരുന്നത് വെച്ചാൽ എക്സിൻ്റെ വേരിയേഷൻ 0 മുതൽ 1 വരെയുള്ള പ്ലെയിനാണ്, ഇതാണ് വരുന്നത്. സോ ഇതാണ് എക്സിൻ്റെ വേരിയേഷൻ വരിക. സോ നിങ്ങൾക്ക് അവിടെ ആ ലെങ്ത് 1 കിട്ടുള്ളൂ. ഈ ഫുൾ ലെങ്ത് വരാകുമ്പോൾ 2 വരും. ഓക്കെ. ഇത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. ഇതാണ് ആ സിലിണ്ടർ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആകുമെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ഇത്രയും ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം നോക്കാം.
ഓക്കെ. സോ പ്രോബ്ലം എന്താണ്? ഈ ഒരു സാധനത്തിൻ്റെ കാണാം, ഫ്ലക്സ് കാണാം. സോ ഫ്ലക്സിൻ്റെ ഫോർമുല എന്താണ് എഴുതിക്കുക? ഫ്ലക്സിൻ്റെ ഫോർമുല ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചു. എന്താണ്? സോ ആദ്യം ഡെൽ ജി. സോ ഡെൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഏതാണ്? ഇതാണ് സിലിണ്ടറാണ് ജി. സോ ഡെൽ ജി എന്ന് പറയുമ്പോൾ 2yi പ്ലസ് 2yj എക്സ് ഇല്ല, പ്ലസ് 2zk വരും. സോ മോഡുലസ് എടുക്കുമ്പം √ഓഫ് 4y² പ്ലസ് 4z² വരും. സിലിണ്ടറിലെ പോയിന്റ്സ് ആയതുകൊണ്ട് 4y² പ്ലസ് 4z² എന്ന് പറയുമ്പോൾ y² പ്ലസ് z² 1 ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് √ഓഫ് 4 വിച്ച് ഇസ് 2 വരും. ഓക്കെ. ഇനി അകത്ത് എന്താ വേണ്ടത്? ഡെൽ ജി ഡോട്ട് പി. ഇനി ഡെൽ ജി ഞാൻ പി കോർഡിനേറ്റുമായിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക? നമ്മുടെ പി നമ്മൾ എക്സ്ട്രാ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പി എന്ന് പറഞ്ഞാൽ കെ ആയിരിക്കും. സോ വിൽ ബി ഗെറ്റിംഗ് 2z വരും. സോ അതുപോലെ z ഗ്രേറ്റർ ദാൻ 0 ആവേണ്ടത് ജസ്റ്റ് 2z തന്നെയായിരിക്കും. ഓക്കെ. സോ ഇനി നമുക്ക് നോക്കാം. ഓക്കെ. സോ ഫോർമുല എന്തൊക്കെ വന്നു? 2z വന്നു. സോ ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്തെ എന്താ പറയുക? എഫ് ഡോട്ട്. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഡോട്ട്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? y(z)j പ്ലസ് z²k ഡോട്ട്. പിന്നെ ഈ നമുക്ക് ഡെൽ ജി എത്ര വന്നത്? ഡെൽ ജി എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് എടുക്കാം. ഞാനിപ്പോൾ പ്ലസ് തന്നെ എടുക്കണം, നമുക്ക് കാര്യമൊന്നുമില്ല. പ്ലസ് ഓർ നമ്മുടെ സൗകര്യം പോലെ എടുക്കണം. ഞാനിവിടെ ഡെൽ ഇതന്നെ ഡെൽ ജി ഏതാണ്? ഓക്കെ. ഡെൽ ജി എന്ന് പറഞ്ഞാൽ ഡെൽ ജി എന്ന് പറഞ്ഞാൽ 2yj പ്ലസ് 2zk ആണ് എൻ്റെ ഡെൽ ജി. സോ എഫ് ഡോട്ട് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി. മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട്. സോ ആക്ച്വലി ഇപ്പോൾ മോഡുലസ് ഡെൽ ജിയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോറി. സോ മോഡുലസ് ഓഫ് ഡെൽ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക? ഡെൽ ജി ഡോട്ട് പി എടുത്തപ്പോൾ ഡെൽ ജി ഇതാണ്, ഡോട്ട് പി എടുത്തപ്പോൾ 2z കിട്ടി. സോ ബൈ 2z വരും. ഓക്കെ, ഇൻ ടു ഡി എ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ, കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. സോ ഡബിൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്തൊരു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് y(z)ഉം 2y ആണ്. സോ 2y² z ആവും. ശരിയാണോ? 2y², y(z)ഉം 2y അല്ലേ? സോ 2y² z പ്ലസ് z²ഉം 2z എന്ന് പറയുമ്പോൾ 2z³ ബൈ 2z ടി എ. ഓക്കെ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണേ. സോ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി വരാൻ പോകുന്ന 2z വെട്ടിപ്പോകും. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് y² പ്ലസ് z² ടി എ ആണ്. പക്ഷേ ആ സർഫസിൽ y² പ്ലസ് z²ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ ദിസ് ഇസ് സിംപ്ലി ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എ വരും. കാരണം y² പ്ലസ് z² 1 ആണ്, ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ഡി എ വരും. ഇനി ഡി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഈ റീജിയനാണ്, അതായത് ഈ ഒരു എക്സ്ട്രാ പ്ലെയിൻ റീജിയനാണ്. ആ റീജിയൻ റെക്റ്റാങ്കിൾ ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2x1 ആണ്. ലിമിറ്റ്സ് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. സോ ബേസിക്കലി കൊടുക്കുമ്പോൾ വരാൻ പോകുന്നത് ആൻസർ 2 ആയിരിക്കും. ഓക്കെ. സോ ഈ പ്രോബ്ലംസിൽ മെയിനായിട്ടുള്ളത് നിങ്ങൾ ഫോർമുലാസ് പഠിക്കണം, ഒരു റഫായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കണം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത്രയാണ് ഈ സാധനത്തിനകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.